ബാക്ക് ടു അനദർ വീഡിയോ. അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിലോട്ട് ഒരു പുതിയൊരു പൈലറ്റ് പ്രോഗ്രാം വന്നിട്ടുണ്ട്. അഥവാ ഈ പൈലറ്റ് പ്രോഗ്രാമിൻ്റെ പേരാണ് ഇന്നോവേഷൻ സ്ട്രീം പൈലറ്റ് പ്രോഗ്രാം എന്നുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു LMI ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. LIM എന്ന് വെച്ചാൽ അഥവാ ലേബർ ഇമ്പാക്റ്റ് മാർക്കറ്റ് അസസ്മെൻറ്റ്. ഇപ്പോൾ കാനഡയിലുള്ള ഒരു എംപ്ലോയർക്ക് എന്താണ് ഒരു പുറത്തു നിന്ന് ഒരാളെ റിക്രൂട്ട് ചെയ്തെടുക്കണം, അഥവാ ഇന്ത്യയിൽ നിന്നുള്ള ഒരാളെ റിക്രൂട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു LIM അവിടുത്തെ ഗവൺമെൻറ്റിലോട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പൈലറ്റ് പ്രോഗ്രാമിനകത്ത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതനുസരിച്ചിട്ട് എന്താണ് അവർക്ക് ഇന്ത്യയിൽ നിന്ന് ഒരാളെ റിക്രൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ റിക്രൂട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഇവർ റിക്രൂട്ട് ചെയ്ത് പൊതുവെ എടുക്കുന്നത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഫോറിൻ വർക്കേഴ്സിനെയാണ് ഈ പൈലറ്റ് പ്രോഗ്രാം വെച്ചിട്ട് അവർ റിക്രൂട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവർ ഇതിനൊരു പ്രോഗ്രാമായിട്ട് ഇതിന് കൊടുത്തേക്കുന്ന പേരാണ് ഗ്ലോബൽ ഹൈപ്പർ ഗ്രോത്ത് പ്രോഗ്രാം എന്നാണ് ഇതിന് അവർ കൊടുത്തേക്കുന്ന ഒരു പ്രൊജക്റ്റാണത്. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് കമ്പനീസ് ഉണ്ട്. ആ കമ്പനീസിന് മാത്രമേ അഥവാ പുറത്തു നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കമ്പനീസ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതേപോലെ തന്നെ ഈ കമ്പനീസൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ 2026 വരെ ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ട്. അഥവാ എലിജിബിലിറ്റി ഫോർ ഇന്നോവേഷൻ പൈലറ്റ് പ്രോഗ്രാം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എലിജിബിലിറ്റി എന്താണെന്നുള്ളത്, നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ജോബ് ഓഫർ കിട്ടണം എന്നുള്ളതാണ്. ആ വാലിഡ് ആയിട്ടുള്ള ജോബ് ഓഫർ ഇപ്പം നിങ്ങൾക്ക് കാണാം. ഞാൻ പറഞ്ഞ കുറച്ച് കമ്പനീസ്, ഇതിനകത്ത് കുറച്ച് കമ്പനീസ് ഉണ്ട്. ആ കമ്പനിയിൽ നിന്നുള്ള വാലിഡ് ആയിട്ടുള്ളൊരു ജോബ് ഓഫർ കിട്ടണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ടീർ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, റെസ്പോൺസിബിലിറ്റി, ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ജോബിന്. അഥവാ 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്യുപ്പേഷനാണിത്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ജോബായിരിക്കണം നിങ്ങൾക്ക് കിട്ടേണ്ടത്. അതേപോലെ തന്നെ ഇത് എംപ്ലോയി വിൽ റിസീവ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു വേജ് നിങ്ങൾക്ക് എന്തായിരിക്കണം ഇത് ബേസ് ചെയ്തിട്ട് കിട്ടണം എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഇതിനകത്ത് പറഞ്ഞിരിക്കും. കോമ്പറ്റേറ്റീവ് വേജും കാര്യങ്ങളാണോ എന്നുള്ളത് പ്രത്യേകം നോക്കണം. അതേപോലെ തന്നെ പിന്നെ നമുക്ക് കിട്ടുന്ന ജോബ് ഓഫറിനകത്ത് നമ്മുടെ റിവ്യൂ, അഥവാ നമുക്ക് കിട്ടിയിരിക്കുന്ന വേജ്, അഥവാ ഓരോ ആനുവലി എന്താണ് അതിനെക്കുറിച്ചിട്ടൊരു ഇവാലുവേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന റേറ്റ്. ഇപ്പോൾ ഓരോ പ്രൊവിൻസിനും എന്താണ് ഓരോ വേജ് സിസ്റ്റം ആയിരിക്കും ഉണ്ടാവും. ചിലത് 26 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ബ്രിട്ടീഷ് കൊളംബിയ, അതേപോലെ തന്നെ ഒണ്ടേറിയോ, അങ്ങനെ ഓരോ പ്രൊവിൻസിനും എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേജ് സിസ്റ്റം ആയിരിക്കും ഉണ്ടാകുന്നത്, റേറ്റ്. അതപ്പോൾ ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഇപ്പം നമ്മൾ ഓൾറെഡി കാനഡയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് തീർച്ചയായിട്ടും അവിടുത്തെ ടെമ്പററി റെസിഡൻ്റ് ആയിട്ടുള്ളതിൻ്റെ അവർക്ക് കാണിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവർ അവിടുത്തെ റെസിഡൻ്റ് ആണെന്നുള്ളതിന് എന്തെങ്കിലും പ്രൂഫ് ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ Tier 1, 2, 3 ലെവലിൽ വരുന്നത് ഏതൊക്കെയാണ് നോക്കാം. Tier 0 വരുന്നത് ഡയറക്ടർ ഓഫ് മാർക്കറ്റിംഗ് ആണ് വരുന്നത്. പിന്നെ Tier 1 വരുന്നത് ബിസിനസ് ഇൻ്റലിജൻസ്. അതേപോലെ തന്നെ Tier 1 വരുന്നത് ഡാറ്റ മോഡലിംഗ്. ഇങ്ങനെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതെല്ലാമാണ് പൊതുവെ വരുന്ന ക്ലാസിഫിക്കേഷൻ, അഥവാ ജോബിൻ്റെ ക്ലാസിഫൈ ഓക്യുപ്പേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഏതെങ്കിലും നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ജോബ് ഓഫർ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടോ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കമ്പനിയിലോട്ടാണ് ജോലിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് ചെക്ക് ചെയ്യാം ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ Instagram ID ഇതിനകത്ത് വെക്കുന്നുണ്ട്, എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടോ, നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് ഇൻഫർമേഷൻസ്, എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് എന്താണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് മെസ്സേജ് വഴി എന്നെ ബന്ധപ്പെടാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.